കഴിഞ്ഞ ബജറ്റിൽ നമ്മുടെ ധനമന്ത്രി ജീവനക്കാർക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അവരുടെ പെൻഷൻ സ്കീം, ഒരു ഉറപ്പുള്ളൊരു പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞു, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു, ഇൻഷുറൻസ് പരിരക്ഷ നൽകുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ബജറ്റ് ആകുമ്പോൾ ഈ ഉറപ്പുകളൊക്കെ പാലിച്ചോ എന്ന് നമുക്ക് ജീവനക്കാരുടെ പ്രതിനിധികളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. CPIയുടെ സർവീസ് സംഘടനയ്ക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ചേട്ടാ, ഒരു അഷ്വേർഡ് പെൻഷൻ സമ്പ്രദായം നടപ്പിലാക്കുന്നതിന് വേണ്ടി പുതിയ സ്കീം രൂപീകരിക്കും. അപ്പോൾ നടപ്പിലായോ? യഥാർത്ഥത്തിൽ കഴിഞ്ഞ ബഡ്ജറ്റ് വലിയ പ്രതീക്ഷയാണ് ജീവനക്കാർക്ക് നൽകിയത്. പക്ഷെ ഒരു വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ പ്രതീക്ഷ നിറവേറ്റാൻ സർക്കാരിന് കഴിഞ്ഞില്ല. നമ്മളൊരു പണിമുടക്കത്തിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യവും അതാണ്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ആ വിഹിതം പിടിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു. അത് നടത്തിയില്ല. പുതിയ പദ്ധതിയെ സംബന്ധിച്ച് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു എന്നാൽ കമ്മിറ്റി നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. അതിനെ സംബന്ധിച്ചൊരു രൂപം ഉണ്ടായില്ല. സ്വാഭാവികമായ ഒരു പ്രതികരണം സർക്കാരിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. മെഡിസെപ്പിനെ സംബന്ധിച്ചൊരു സർക്കാരിൻ്റെ ഒരു മേൽനോട്ടക്കുറവിൻ്റെ പ്രശ്നം ഞങ്ങൾ ആദ്യമേ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടി ശ്രദ്ധ സർക്കാർ ഉണ്ടായാൽ ഇത് പൂർണ്ണമായും സ്വകാര്യ മേഖലയിലേക്ക് വിട്ടുകൊടുത്ത പോലായിപ്പോയി. അവിടെ ചെറിയ പാളിച്ചകൾ പറ്റി. പക്ഷേ ഇപ്രാവശ്യം ഗവൺമെൻറ് കുറച്ചുകൂടി ശ്രദ്ധിക്കുമെന്ന് തന്നെ കരുതുന്നു. ജനങ്ങൾക്ക് ഇത് ഉറപ്പാണ്, എന്നാൽ പാലിച്ചേ മതിയാവും. CPM അനുകൂല സർവീസ് സംഘടനയ്ക്ക് സർക്കാരിന്റെ ജീവനക്കാരോടുള്ള പല സമീപനങ്ങളോടും വിയോജിപ്പുണ്ട്. പക്ഷേ പരസ്യമായി പുറത്തു പറയില്ല. കഴിഞ്ഞ ബജറ്റിനെ കുറിച്ച് അവർക്ക് പറയാനുള്ളത് എന്താണ്? വിരമിച്ചാലും പെൻഷൻ ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു പെൻഷൻ പദ്ധതിയാണ് കഴിഞ്ഞ തവണ അഷ്വേർഡ് പെൻഷൻ എന്നുള്ള രൂപത്തിൽ പ്രഖ്യാപിച്ചത്. പക്ഷേ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള നീക്കങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ, ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല. PFRDA ബില്ല് പിൻവലിക്കണമെന്നും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പാക്കണമെന്നുള്ള ഡിമാൻഡിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. സർക്കാരിൻ്റെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള അഷ്വേർഡ് പെൻഷൻ സ്കീമുമായി മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജീവനക്കാർക്ക് ഗുണപ്രദമാകുന്ന തരത്തിലാണെങ്കിൽ ഞങ്ങളതിന് സ്വാഗതം ചെയ്യും. മെഡിസെപ്പ് സ്കീം നടപ്പിലാക്കിയിട്ട് ആദ്യത്തെ 3 വർഷത്തെ പദ്ധതി ഈ വരുന്ന ജൂൺ മാസത്തിൽ അവസാനിക്കും. ആ മേന്മയുള്ള ചികിത്സ കിട്ടാത്ത ഒരവസ്ഥയുണ്ട്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കഴിഞ്ഞ 9 വർഷമായി പിണറായി സർക്കാർ ജീവനക്കാരെ അവഗണിക്കുന്നു എന്ന പരാതിയാണ് കോൺഗ്രസിന്റെ സർവീസ് സംഘടനയ്ക്കുള്ളത്. പുതിയ പെൻഷൻ കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ ഈ ഫെബ്രുവരി മാസമായി, മാർച്ച് മാസം കൂടെ ഉള്ളൂ. ഇനി എന്നാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞ വാഗ്ദാനം നിറവേറ്റുന്നത്? മീറ്റിംഗ് പോലും ഇത് സംബന്ധിച്ച് കൂടിയിട്ടില്ല. ഈ സംസ്ഥാനത്ത് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പങ്കാളിത്ത പെൻഷൻ കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിച്ചു. ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്ത സർക്കാർ എന്ത് മോഡൽ എംപ്ലോയർ എന്ന് എങ്ങനെ വിളിക്കും? അത് കണ്ടല്ലേ മറ്റ് സ്ഥാപനങ്ങളിൽ താഴെ തലങ്ങളിലൊക്കെ അത് വ്യാപിപ്പിക്കേണ്ടത്. ഇത് റിയൽ ബഡ്ജറ്റുമായി യാതൊരു ബന്ധവുമില്ലാത്ത പ്രസംഗങ്ങളും പ്രചരണങ്ങളുമാണ് ഇതിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വയ്ക്കും. പൈസ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ പോകുന്നില്ല. കേട്ടല്ലോ കഴിഞ്ഞ ബജറ്റിനെ കുറിച്ചുള്ള ജീവനക്കാരുടെ അഭിപ്രായം. പുതിയ ബജറ്റിനായി കാതോർക്കുമ്പോഴും കഴിഞ്ഞ ബജറ്റിൽ ജീവനക്കാർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന പരാതി വ്യാപകമാണ്. ഇക്കാര്യത്തിൽ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ല എന്നതും സർക്കാരിന് പരിഗണിക്കേണ്ടി വരും. ക്യാമറ VS ബിജുവിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.